എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ മലയാളം അക്ഷരം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് വേഗത്തിൽ എങ്ങനെ മലയാളം അക്ഷരം പഠിപ്പിക്കാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ എല്ലാവരും പഠിക്കാൻ തയ്യാറാണോ? ആദ്യം നമുക്ക് മലയാളം അക്ഷരം പഠിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം റാ എന്ന് പറയുന്ന അക്ഷരമാണ് ആദ്യം നമ്മൾ എഴുതാൻ പഠിപ്പിക്കുന്നത്. ഈ റാ എന്ന് പറയുന്ന അക്ഷരത്തിൽ കൂടിയാണ് ബാക്കി അക്ഷരങ്ങൾ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ കുട്ടികളുടെ അടുത്ത് റാ എഴുതാൻ പറയുമ്പോൾ അവർ റാ എഴുതും. ഇഷ്ടമുള്ള രീതിയിലല്ല അവർ റാ എഴുതും. ഇങ്ങനെ എഴുതും, എങ്ങനെയും ഒക്കെ എഴുതും. അപ്പം അവർക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി നമ്മൾ ഇതുപോലുള്ള ബുക്കിൻ്റെ അകത്ത് 2 ഡോട്ട് ഇടണം. ഡോട്ട് ഇട്ടിട്ട് അത് രണ്ടുകൂടെ കൂട്ടിമുട്ടിച്ച് വരയ്ക്കാൻ പറയണം. കണ്ടോ, ഇങ്ങനെ കൂട്ടിമുട്ടിച്ച് വരയ്ക്കാൻ പറയണം. പല കളറുള്ള സ്കെച്ചൊക്കെ ആണെങ്കിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അവർക്ക് എഴുതാനൊക്കെ ആണെങ്കിൽ ഒരു കൗതുകമൊക്കെ തോന്നും. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഡോട്ടിട്ട് കൊടുക്കണം. അന്നേരം അവരാ ഡോട്ടിലൂടെ ഇങ്ങനെ വരയ്ക്കും. റാ. അന്നേരം കുഞ്ഞുങ്ങൾ പെട്ടെന്ന് റാ എഴുതാൻ പഠിക്കും. പല കളറിലെ സ്കെച്ചൊക്കെ ആകുമ്പോൾ അവർക്ക് ഇച്ചിരിയും കൂടെ റായൊക്കെ എഴുതാനൊരു എളുപ്പം തോന്നും. റാ എഴുതി കഴിഞ്ഞിട്ട് ഒരു ദിവസം നമ്മൾ ഒരക്ഷരം വെച്ച് പഠിപ്പിച്ചാൽ മതി. കുഞ്ഞുങ്ങളല്ലേ, ഒരക്ഷരം വെച്ച് നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ എഴുതിപ്പിക്കണം. അല്ലെങ്കിൽ പിന്നെ മണൽ കൊണ്ടുവന്നിട്ട് മണലിൻ്റെ മണ്ടയിൽ എഴുതിപ്പിച്ചാലും നല്ലതാണ്. സ്ലേറ്റിൻ്റെ മണ്ടയിലാണെങ്കിലും സ്ലേറ്റിൻ്റെ മണ്ടയിൽ തന്നെ ഇങ്ങനെ 2 കുത്തിട്ടിട്ട് അതേ കൂടി ഇങ്ങനെ എഴുതിപ്പിച്ചാലും മതി. അല്ല ഇങ്ങനെയുള്ള ബുക്കിൻ്റെ അകത്ത് എഴുതി പഠിപ്പിച്ചാലും മതി. ഈ റാ പിന്നെ നമുക്ക് അടുത്ത് രായാക്കണം. ഇങ്ങനെ വന്ന് റാ പോലെ വന്ന് അകത്തോട്ട് ഇങ്ങനെ കയറ്റി രാ. അതും ഇതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഒറ്റ ലൈൻ ബുക്കിൻ്റെ അകത്ത് ഇങ്ങനെ കുത്തിട്ട് കൊടുത്താൽ മതി. കുത്തിട്ട് കൊടുക്കുമ്പോൾ അവരതിങ്ങനെ എഴുതിക്കോളും. വന്നിട്ടിങ്ങനെ അകത്തോട്ട് രാ. അപ്പോൾ ഇന്ന് നമ്മൾ റാ പഠിപ്പിക്കുവാണെങ്കിൽ റായും രായും കൂടെ പഠിപ്പിക്കുവാണെങ്കിൽ ഓരോ ദിവസം ഓരോ അക്ഷരം പഠിപ്പിക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. റാ മാത്രം പഠിപ്പിക്കുവാണെങ്കിൽ പിറ്റേ ദിവസം അവർ ആ റാ എഴുതുന്നുണ്ടോ നോക്കിക്കഴിഞ്ഞിട്ട് അടുത്ത അക്ഷരം പഠിപ്പിക്കണം. അതിൻ്റെ പിറ്റേ ദിവസം 2 അക്ഷരങ്ങളും കുഞ്ഞുങ്ങൾ എഴുതുന്നുണ്ടോ നോക്കണം. ഇങ്ങനെ കുത്തിട്ട് ബുക്കിൻ്റെ അകത്താക്കിയാലും പഠിപ്പിച്ചാലും മതി. ഇങ്ങനെ എഴുതി ഇങ്ങനെ അകത്തോട്ട് കയറ്റണം രാ. അത് കഴിഞ്ഞിട്ട് ഈ രാ പിന്നെ നമ്മൾ നായാക്കണം. അപ്പം 2 റാ കൂടി ചേരുന്നതാണ് നാ. അതും ഇതുപോലെ തന്നെ കുത്തിട്ടാൽ മതി. കുത്തിടുമ്പോൾ ആ കുത്തെ തന്നെ യോജിപ്പിക്കാൻ പറയണം. ആദ്യത്തെ ഒരു റാ, വീണ്ടും ഒരു റാ, അപ്പം നാ. വീണ്ടും അതുപോലെ തന്നെ കുത്തിട്ട് കൊടുക്കണം. ആദ്യം ഒരു റാ, വീണ്ടും അതിനോട് ചേർന്നൊരു റാ, അപ്പോഴത് നാ എന്ന് വായിക്കും. അപ്പം അങ്ങനെ കുത്തിട്ട് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് എഴുതാനൊരു ഇഷ്ടം തോന്നും. അത് കഴിഞ്ഞിട്ട് താ. ആദ്യം റാ എഴുതിയിട്ട് അകത്തൂടെ കയറ്റി വീണ്ടും ഒരു റാ. എങ്ങനെ എഴുതുന്നേ? അത് ഇതുപോലെ കുത്തിട്ട് കൊടുക്കണം. ആദ്യം ഒരു റാ എഴുതി വീണ്ടും അകത്തൂടെ കയറ്റി ഒരു റാ. ഈ കുത്ത് മാറിപ്പോയി. കുത്തിൻ്റെ അവിടോട്ടിട്ട് നമ്മൾ എഴുതി ആദ്യം റാ, അകത്തൂടെ കയറ്റി റാ. അന്നേരം കണ്ടോ താ. അങ്ങനെ റാ ചേർത്ത് 1, 2, 3, 4 അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു. ആദ്യം പഠിച്ച അക്ഷരം റാ, രണ്ടാമത് റാ എഴുതി അകത്തോട്ട് കയറ്റി രാ,
മൂന്നാമത്തെ അക്ഷരം റാ എഴുതി അതിനോട് ചേർന്ന് വീണ്ടും ഒരു റാ. നാലാമത്തെ റാ എഴുതി അകത്തോട്ട് കയറ്റി ഒരു റായും കൂടെ. അങ്ങനെ 4 അക്ഷരങ്ങളാണ് നമ്മളിന്ന് പഠിച്ചത്. അടുത്ത അക്ഷരങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോ കാണാം.